ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി നല്ല വിഷമത്തിലാണ്. കാരണം ആദ്യമായിട്ടാണ് തൻ്റെ ചേട്ടനോട് ഇനി ഞാൻ ഈ ഡിസൈൻ വരച്ച് തരില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് വേറൊരു കമ്പനിക്ക് വേണ്ടി എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുക എന്നൊരു ചിന്ത കൺമണിയുടെ മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാൻ കൺമണിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ തുറന്ന് പറയുകയാണ്. പക്ഷെ അത് ധനലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൺമണിയുടെ അച്ഛൻ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? കാരണം മനോജ് നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവനൊരു കാര്യം പറയുമ്പോൾ നീ അത് എതിർത്ത് പറയേണ്ട കാര്യമുണ്ടോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അച്ഛാ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കണം എന്നും അച്ഛനോട് പറയുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാവും, പക്ഷേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. കാരണം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് മനോജ്, അവന് വേണ്ടി നീ ചെയ്യണമെന്നും പറയുന്നു. എൻ്റെ മോള് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് അച്ഛൻ പോകുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം തന്നെ മനോജ് അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ വരുന്നു. മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാണ് അവൾ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛാ. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് വിഷമമായില്ല. പക്ഷേ ധനലക്ഷ്മി അവളെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി അവൾ എതിർത്ത് പറയാനായിട്ട് സാധിച്ചില്ലല്ലോ, അരുതെന്ന് പറയാൻ കൂടി എനിക്ക് സാധിച്ചില്ല, അതിൻ്റെ വിഷമമാണ് എനിക്ക് എന്നും പറയുന്നുണ്ട്. അത് മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൾക്ക് മനസ്സിന് എന്തോ സുഖമില്ലാന്ന് തോന്നുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും നാളെ രാവിലെ അവൾ ഡിസൈൻ വരച്ച് തരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മനോജ് പറയുന്നുണ്ട്, സത്യമാണ് അച്ഛാ, വരച്ച് തരുമോ എന്നും ചോദിക്കുന്നുണ്ട്. തീർച്ചയായും, നീ എന്നെ ഒന്ന് വിശ്വസിക്കടാ എന്ന് പറയാട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണൻ്റെ വീട്ടിൽ കാണിക്കുന്നു. കൃഷ്ണൻ്റെ അമ്മ കൃഷ്ണനെ ആരോ ഉപദ്രവിക്കാൻ വരുന്നതെന്ന് സ്വപ്നം കണ്ട് എണീക്കുന്നുണ്ട്. അപ്പോൾ സാഗരം ഞെട്ടി എണീക്കുന്നു. എന്ത് പറ്റിയെന്ന് പറയുന്നു. എൻ്റെ മോൻ എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ സാഗര എന്ന് പറയുകയാണ്. വിഷമിക്കേണ്ട, നാളെ എന്തായാലും നമുക്കന്ന് അമ്പലത്തിൽ പോവാം എന്ന് പറയുന്നു. മോൻ്റെ പേരിൽ ഒരുപാട് വഴിപാടുകൾ കഴിക്കണമെന്നും പറയുകയാണ്. പിന്നീട് കൺമണിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. കൺമണി പനിച്ച് കിടക്കുകയാണ്. ആ സമയത്തിന് ധനലക്ഷ്മി വരുന്നുണ്ട്. എന്നിട്ട് നീ എന്താ കിടക്കുവാണോ? എന്താ നീ ആ ഡിസൈൻ എവിടെ വരച്ചത്? നീ വരച്ചിട്ടില്ലേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നീ എന്താ ഇനിയിപ്പോൾ വരച്ചില്ല, നിനക്ക് വയ്യാന്ന് പറഞ്ഞ് കിടന്ന കാര്യം നടക്കുമല്ലോ, എന്തായാലും നല്ല സ്വഭാവം തന്നെ നിൻ്റെ എന്നൊക്കെ പറയുന്നു. അതിന് കൺമണി അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ മനോജിനോടും അച്ഛനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം തന്നെ മനോജേട്ട, അവൾ നിങ്ങളുടെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല, ഇന്നേ വരെ ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല, അവൾ ഡിസൈനൊന്നും വരച്ചിട്ടില്ല. ഞാനത് ചോദിച്ചപ്പോൾ അവൾ എന്നോടൊരു ചാട്ടം, കാരണം നിങ്ങളൊന്ന് പോയി, ഞാൻ വരയ്ക്കുന്നില്ല, വരയ്ക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മനോജേട്ട അങ്ങനെയൊക്കെ? അച്ഛനാണ് അവളെ വഷളാക്കിയതെന്ന് പറയണം. പക്ഷേ ഏട്ടാ എന്ന് വിളിച്ചിട്ട് ആ ഡിസൈനുമായിട്ട് കൺമണി പുറത്തേക്ക് വരുന്നു. അത് കാണുമ്പോൾ അച്ഛനും ധനലക്ഷ്മിക്കാണ് ഈ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. മനോജിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ആ ഡിസൈൻ കാണുമ്പോൾ. ഇതുപോലെ ഡിസൈൻ കണ്ടിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടം, മോൾക്ക് എന്താ എത്ര ക്ഷീണം, പനിയാണോ എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊട്ട് നോക്കുന്നു. ആ സമയത്ത് തന്നെ കുഴഞ്ഞു വീഴട്ടോ കൺമണി ചെയ്യുന്നത്. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, മനോജ് ചേട്ടാ ഓഫീസിൽ പോകാൻ നേരമായില്ലേ, പൊക്കോളൂ. അപ്പോൾ കൺമണി കിടക്കുന്നത് കണ്ടില്ലേ, അവൾക്ക് തീരെ വയ്യ, അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. മനോജേട്ടൻ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിയിലേക്ക് പോകാനായിട്ട് നോക്കിക്കോളൂ എന്ന് പറയുന്നു. കാറ് വന്നു, എന്തിനെങ്ങനെ വഴുകിക്കുന്നത്, ഈ ഡിസൈൻ കാണിച്ചു കൊടുക്കുക എന്ന് പറയാട്ടോ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന രീതിയിലും ധനലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, മോൻ പൊയ്ക്കോ, ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മനോജിനെ പറഞ്ഞയക്കുകയാണ്. പിന്നെ ധനലക്ഷ്മി വരുന്നുണ്ട്. എന്താ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നത്, വേഗം ജോലിക്ക് പോകാൻ നോക്ക്, എൻ്റെ കൺമണിക്ക് വയ്യ, പിന്നെ ഞാൻ എങ്ങനെയാണ് പോവുക? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, പോക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ പോകുന്നു. വീണ്ടും കൺമണിയോട് പറയുന്നുണ്ട്, എന്തായാലും പനിയല്ലേ, ഈ മുറ്റമൊക്കെ തൂക്ക്, അതിനുശേഷം തന്നെ ആകും, എന്നിട്ട് റെസ്റ്റ് എടുക്കണമെങ്കിൽ വേണം റെസ്റ്റ് എടുക്കാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചൂല അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേനും മോൻ വരിക കേട്ടോ ചെയ്യുന്നത്. മനോജിൻ്റെ മോൻ വരുന്നു. എന്താ അപ്പ എങ്ങനെ ഇരിക്കുന്നത്, അപ്പയ്ക്ക് എന്താ പനിയുണ്ടോ എന്ന് പറഞ്ഞാൽ തലയിൽ തൊട്ട് നോക്കാടെ. അയ്യോ നല്ല പനിയുണ്ടല്ലോ അപ്പ എന്തിനെങ്ങനെ ടെൻഷനാവുന്നു? അപ്പയ്ക്കിന് ധനലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, എന്താ കൺമണി അടിച്ചു വരുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പയ്ക്ക് വയ്യ അമ്മേ, അപ്പയ്ക്ക് നല്ല പനിയുണ്ട്, എന്തിനാ അമ്മ അപ്പയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോട്ടെ, നീ സ്കൂളിൽ പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല, അപ്പയ്ക്ക് തീരെ വയ്യല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ കൺമണി പറയുന്നുണ്ട്, മോൻ പോവും എന്ന് പറയുന്നു. പക്ഷേ ധനലക്ഷ്മി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പോയിക്കോ, അതാ നിനക്ക് നല്ലതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുട്ടി തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ അമ്മായിമാരവിടേക്ക് വരുന്നുണ്ട് കേട്ടോ.
എന്ത് കൺമണി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പറ്റിയില്ലേ അവൾക്ക് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. എന്താ കൺമണി നിനക്കെന്താ സുഖമില്ലേ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് പനി, എല്ലാം എന്ത് ചെയ്യാനാ. കൺമണി അലിഗയിലേക്ക് വരാൻ നിനക്ക് യോഗ്യതയില്ല. നീ എന്തിനാ വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്? നല്ല രീതിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോയാൽ പോരെ. എന്തിനാ വെറുതെ നിൻ്റെ ആഗ്രഹങ്ങൾക്ക് മേലെയുള്ള കാര്യങ്ങളെ നീ അന്വേഷിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ അമ്മായിമാർ പറയുക കേട്ടോ. അങ്ങനെ കൺമണിക്ക് ഒന്നും പറയാൻ പറ്റാതിരിക്കണം, കാരണം ഒട്ടും വയ്യ. ധനലക്ഷ്മി ആണെങ്കിൽ ചൂടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ അലിക ഗ്രൂപ്പിലാണ് കാണിക്കുന്നത്. അവിടേക്ക് ദേവിജി ചാർജ് എടുക്കുകയാണ് ഇന്ന്. അപ്പോൾ വെൽക്കം ചെയ്യുന്നുണ്ട് സാഗറൊക്കെ. അതിനുശേഷം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറും അതുപോലെ തന്നെ കൃഷും മാനസയൊക്കെ ഉണ്ട്. ദേവിജി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡൽഹി ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് പുതിയൊരു ഗ്രൂപ്പ്, അതായത് BR ഡിസൈൻസ് പറഞ്ഞ പുതിയൊരു ഡിസൈൻ കമ്പനി വരുന്നത്. നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൺമണി എവിടെ, ഡിസൈനർ കൺമണി എവിടെ എന്ന രീതിയിലാണ് ദേവിജി ആദ്യം തന്നെ കൺമണിയെ വിശേഷിപ്പിച്ച് വിളിച്ചത്. പക്ഷേ കൺമണി വന്നിട്ടില്ല സർ എന്ന രീതിയിലൊക്കെ പറയാം കേട്ടോ. എന്തുകൊണ്ട് വന്നില്ല എന്താണെന്നറിയില്ല, ആബ്സെൻ്റ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. എന്താ പറ്റിയെന്നറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലെങ്കിലൊന്നും കൺമണി ഇങ്ങനെ ലീവ് എടുക്കുകയുമില്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. ശരി എന്തായാലും വരട്ടെ എന്ന് പറയുന്നു. പിന്നെ ഡൽഹിയിലെ ആ ഒരു ഡിസൈൻ എവിടെ എന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് ആ ഡിസൈൻ വരച്ചത് ആരാണെന്ന് ചോദിക്കുന്നു. അത് മാനസമേടാണെന്ന് പറയുകയാണ്. ആ ഡിസൈൻ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും വളരെ നല്ല ഡിസൈൻ തന്നെയാണ്, ഇത് മാനസ തന്നെയാണോ ഡിസൈൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിജി. അപ്പോൾ എല്ലാവരും അതെ, മാനസയും പറയുന്നുണ്ട് അതെ. പക്ഷെ മാനസയ്ക്കാണെങ്കിലോ ആകെ ഞെട്ടലും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ദേവിജി എന്തായാലും ഇത് കണ്ടുപിടിക്കും. എല്ലാവരെ പോലെയല്ല, ദേവിജിക്ക് പല മാറ്റങ്ങളുണ്ട്. അയാൾ ഒരു നല്ലൊരു വ്യക്തിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ ഈ കമ്പനിയിൽ എനിക്ക് നിന്ന് പോകാനായിട്ട് സാധിക്കില്ല കൃഷ്ണൻ്റെ ജീവിതത്തിലേക്കും. അതുകൊണ്ടാണ് ദേവിജി വരരുതെന്ന് മാനസ ആഗ്രഹിച്ചു നിന്നത്. പക്ഷെ നടന്നില്ല, ദേവിജി തിരിച്ചു തന്നെ വന്നു. അങ്ങനെ ആ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് കൃഷ്ണന് സമാധാനമായി. കാരണം പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചടക്കും. എന്തായാലും മാനസയെ ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞയക്കാൻ ഇതൊരു നല്ലൊരു അവസരമാണ്. ഈ ഡിസൈനെക്കുറിച്ച് എന്തെങ്കിലും ദേവിജി മാനസയോട് ചോദിച്ചു കഴിഞ്ഞാൽ മാനസ എന്താണ് ഇതിനുള്ള മറുപടി പറയുക? മാനസയ്ക്ക് തന്നെ അറിയില്ല ഡിസൈൻ എങ്ങനെയാണ് വരച്ചത്, എന്തൊക്കെയാണ് ഇതിൽ വേണ്ടതെന്നൊന്നും. അപ്പോൾ അവൾ വെള്ളം കുടിക്കുന്നത് കാണാം എന്ന രീതിയിൽ തന്നെയാണ് ക്രഷ് അവിടെ നിൽക്കുന്നത്. മാനസയ്ക്കാണെങ്കിലും ആകെ വെപ്രാളം ആവൽ തുടങ്ങി. കാരണം വെച്ചാൽ ആ ഡിസൈൻ കണ്ടിട്ട് ദേവിജി തന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കില്ലല്ലോ. ആ ഒരു വെപ്രാളത്തിൽ ഇരിക്കട്ടോ മാനസ. എല്ലാവരുടെ വിചാരം ആ ഡിസൈൻ മാനസ തന്നെ വരച്ചതാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ദേവിജി നേരിട്ട് തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് അത് കൺമണിയാണ് വരച്ചതെന്നുള്ളത്.